ആഴ്ചയിലെ പ്രധാന ലോകവിശേഷങ്ങളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. അധികാരം നഷ്ടപ്പെട്ട രാജ്യത്തിന് പുറത്തു കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ആണ് ഈ ആഴ്ചയിൽ ലോകം ചർച്ച ചെയ്ത പ്രധാന സംഭവങ്ങളിലൊന്ന്. വിദ്യാർത്ഥി പ്രക്ഷോഭം ചോരയിൽ മുക്കിക്കൊന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ രാജ്യാന്തര ട്രൈബ്യൂണൽ കഴിഞ്ഞ നവംബറിൽ ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിനു പുറമെ അഴിമതി കേസുകളിൽ കഠിന തടവും നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അവരുടെ മടങ്ങിവരവ് നിർണായകമാകുന്നത്. നിലവിലെ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മേധാവിയുമായ താരിഖ് റഹ്മാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം. അതിനിടെ ബംഗ്ലാദേശ് വിട്ട് 2 വർഷം തികയുന്ന വേളയിൽ ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹസീന തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അധികാരം തിരിച്ചു പിടിക്കാനല്ല, മറിച്ച് വികസനത്തിന്റെയും മതനിരപേക്ഷതയുടെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനാണ് താൻ തിരിച്ചെത്തുന്നതെന്ന് അവർ പറഞ്ഞു. ശബ്ദ സന്ദേശം മാത്രമായി തത്സമയം പ്രക്ഷേപണം ചെയ്ത വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ 2 വർഷം മുൻപത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ശക്തമായി വിമർശിക്കാനും ഹസീന മറന്നില്ല. തന്റെ പിതാവും ബംഗ്ലാദേശിന്റെ ശില്പിയുമായ മുജിബുർ റഹ്മാന്റെ ആശയങ്ങളെ ഇല്ലാതാക്കാനാണ് പ്രക്ഷോഭകർ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ ഹസീന വിങ്ങിപ്പൊട്ടി. അന്ന് നടന്നത് സമാധാനപരമായ പ്രക്ഷോഭമായിരുന്നില്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഹസീന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബംഗ്ലാദേശ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഒളിവിൽ കഴിയുന്ന കുറ്റവാളിക്ക് ഇത്തരം വേദികൾ നൽകുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം പ്രയാസകരമായ ഘട്ടങ്ങളിലെല്ലാം ബംഗ്ലാദേശിനൊപ്പം ഉറച്ചു നിന്ന ഇന്ത്യയെ തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത്. ഈ പിന്തുണ തുടരുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. വധശിക്ഷാ വിധിയും നയതന്ത്ര തർക്കങ്ങളും നിലനിൽക്കെ ഷെയ്ഖ് ഹസീനയുടെ അടുത്ത നീക്കം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റുയർത്തുമെന്ന് ഉറപ്പാണ്. നല്ലൊരു ഭാവിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സ്വപ്നം കണ്ടാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് പ്രവാസി ആരോഗ്യ പ്രവർത്തകർ UK-യിലേക്ക് യാത്രയാകുന്നത്. ബ്രിട്ടന്റെ ആരോഗ്യരംഗത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യർ പക്ഷേ ഇന്ന് കടുത്ത ആശങ്കയിലും ഭയത്തിലുമാണ്. UK-യിൽ സമീപകാലത്തായി ആളിക്കത്തുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം കടുത്ത വംശീയ അധിക്ഷേപത്തിലേക്ക് വഴിമാറുന്നുവെന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ അല്ലെങ്കിൽ NHS-ൽ സേവനമനുഷ്ഠിക്കുന്ന വെള്ളക്കാരല്ലാത്ത ജീവനക്കാരാണ് ഏറ്റവും വലിയ അനീതി നേരിടുന്നത്. UK-യിലെ സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് അടുത്തിടെ തങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത്. നിറത്തിന്റെ പേരിലും വംശത്തിന്റെ പേരിലും NHS ജീവനക്കാർ ദിവസേന അധിക്ഷേപിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഈ റിപ്പോർട്ട് അടിവരയിടുന്നു. ഡോക്ടർമാരും നഴ്സുമാരും റേഡിയോഗ്രാഫർമാരും അടങ്ങുന്ന വിദേശ ജീവനക്കാരുടെ ചികിത്സ സ്വീകരിക്കാൻ പോലും രോഗികൾ വിസമ്മതിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എനിക്ക് വെള്ളക്കാരനായ ഡോക്ടറെയോ ജീവനക്കാരനെയോ മതിയെന്ന് പരസ്യമായി പറഞ്ഞ് രോഗികൾ ചികിത്സ നിരസിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഇത്തരം അധിക്ഷേപ സംഭവങ്ങളിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിദേശികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിൽ ഉറപ്പാക്കാനുമായി കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന പുതിയ കുടിയേറ്റ നയവും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. ഈ നയമാറ്റങ്ങൾ കാരണം NHS-ലേക്ക് എത്തുന്ന ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളി ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോലിഭാരത്തിനു പുറമെ വിസ നിയമങ്ങളിലെ കടുപ്പവും തെരുവുകളിലും തൊഴിലിടങ്ങളിലും നേരിടുന്ന വംശീയതയും UK-യെ ഉപേക്ഷിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നു. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വിദേശ ജീവനക്കാരോട് ചിലരെങ്കിലും കാണിക്കുന്ന ഈ വിദ്വേഷം UK-യുടെ ആരോഗ്യ രംഗത്തെ തന്നെ പ്രതിസന്ധിയിലാകുമെന്നതിൽ സംശയമില്ല. അന്യനാട്ടിൽ സേവനം ചെയ്യുന്ന ഇവിടുത്തെ മലയാളി സമൂഹത്തിനും ഇത് വലിയൊരു ഭീഷണിയായി മാറുകയാണ്. തൊഴിലിടങ്ങളിലെ ഈ വംശീയ അധിക്ഷേപങ്ങൾക്ക് എന്നായിരിക്കും ഒരു അവസാനമുണ്ടാവുക? കുടിയേറ്റ വിരുദ്ധതയിൽ ഉലയുന്ന UK-ക്ക് സ്വന്തം ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.
ഡെൻമാർക്ക് രാജകുടുംബത്തിൽ നിന്ന് ചരിത്രത്തിലാദ്യമായി ഒരു രാജകുമാരി നിർബന്ധിത സൈനിക സേവനത്തിന് ഇറങ്ങുന്നു. ഫ്രെഡറിക് 10 രാജാവിന്റെയും മേരി രാജ്ഞിയുടെയും മൂത്ത മകളായ 19-കാരി ഇസബെല്ലയാണ് ഈ പുതിയ അധ്യായം കുറിച്ചത്. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ആഴ്ചകൾക്കുള്ളിൽ ഓഗസ്റ്റ് 3 ഇസബെല്ല ഗാർഹുസാർ റെജിമെന്റിൽ ഡ്യൂട്ടിക്കായി എത്തിയത് ലോകം ചർച്ച ചെയ്ത മറ്റൊരു പ്രധാന സംഭവം. 11 മാസത്തെ കഠിനമായ പരിശീലനമാണ് രാജകുമാരിയെ കാത്തിരിക്കുന്നത്. മുൻപ് ഇതേ ബാരക്കിലാണ് ഇസബെല്ലയുടെ ജ്യേഷ്ഠനും ക്രൗൺ പ്രിൻസുമായ ക്രിസ്ത്യനും സൈനിക സേവനം പൂർത്തിയാക്കിയത്. സൈനിക സേവനത്തിനെത്തുന്നവർക്ക് പ്രതിമാസ ശമ്പളവും നികുതിരഹിത പ്രതിദിന അലവൻസും ലഭിക്കുമെങ്കിലും പ്രതിഫലം വാങ്ങാതെ സേവനമനുഷ്ഠിക്കാനാണ് ഇസബെല്ലയുടെ തീരുമാനം. സായുധ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2024 ഡെൻമാർക്ക് വനിതകൾക്കും സൈനിക സേവനം നിർബന്ധമാക്കിയത്. ഒപ്പം സേവന കാലയളവ് 4 നിന്ന് 11 മാസമായി ഉയർത്തുകയും ചെയ്തു. ഇസബെല്ല രാജകുമാരിക്കൊപ്പം 1600ഓളം യുവാക്കളാണ് ഈ ആഴ്ച രാജ്യസേവനത്തിനായി ബാരക്കുകളിലേക്ക് എത്തിയത്. ഇതോടെ ലോകം പോയ വാരം അവസാനിക്കുന്നു. പുതിയ ലോക വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.